ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സൂപ്പർ കിഡ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമല്ലേ? ഇന്ന് അംഗൻവാടിയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഹാൻസൂട്ടിനൊരു ആഗ്രഹം, ചെണ്ടൻ കപ്പ വേണമെന്ന്. അപ്പം കപ്പ അമ്മച്ചി നേരത്തെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാന്താരിമുളകൊക്കെ പറിച്ച് ഹാൻസൂട്ടിന് ഹിനിയാമോളും ഇനി ചെണ്ടൻ കപ്പയും കാന്താരിമുളകും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്പ പറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കപ്പയും കാന്താരിമുളകും പറിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ അത് കപ്പ പൊളിച്ച് കൊത്തി വേവിക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടക്കും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഹാൻസൂട്ടിന് ഹിനിയാമോളും തിരക്കിലാണ് കേട്ടോ. പച്ചക്കപ്പ തിന്നുന്നതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് പച്ചക്കപ്പ, പച്ചമാങ്ങ, പച്ചച്ചക്കയൊക്കെ. അപ്പം അവരതും എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കപ്പ പൊളിച്ച് കൊത്തി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഹാൻസൂട്ടിന് ഹിനിയാമോളും കൂടിയാണ് കഴുകാൻ വേണ്ടി പോകുന്നത്. കപ്പ എടുത്ത് കപ്പ പുഴുങ്ങാനുള്ള പാത്രത്തിലിട്ട് രണ്ടുപേരും കൂടെ കഴുകാൻ പോകുന്ന തിരക്കിലാണുള്ളത്. വെള്ളത്തിൽ കളിക്കാൻ പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളത്തിലുള്ള പരിപാടികളെ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോൾ തന്നെ കപ്പ കഴുകാൻ അവർ റെഡിയാണ്. അപ്പോൾ ഭയങ്കര കാര്യത്തിലുള്ള കപ്പ കഴുകാൻ പരിപാടി നടക്കുകയാണ്. ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻസൂട്ടിന് ഹിനിയാമോളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ കപ്പ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് അത് വെള്ളം പോകാൻ വേണ്ടി കൊട്ടയിലേക്ക് എടുത്ത് വെക്കുവാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് പണിയെടുപ്പിക്കുവാണെന്ന്. പിള്ളേരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്ന അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര താല്പര്യമാണ് ചെയ്യാൻ. അങ്ങനെ കപ്പ നമ്മൾ 2 തവണ കഴുകി വൃത്തിയാക്കി കൊട്ടയിലെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി. ഇനി അത് നമുക്ക് വേവിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. ഹാൻസൂട്ടൻ കൊണ്ടുപോകുന്ന തിരക്കിലാണ്. കഴുകി വാരി വെച്ച കപ്പ നമുക്ക് വേവിക്കാനായി പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ അടുപ്പത്ത് വെക്കാം. അങ്ങനെ നമുക്ക് കപ്പയ്ക്ക് നിരക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കപ്പ വേവിക്കാൻ അടുപ്പിലേക്ക് വെക്കാം. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ചക്കയും കപ്പയും ഒക്കെ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ കപ്പ അവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഹാൻസൂട്ടിന് ഹിനിയാമോളും ഇവിടെ അടുത്ത പണി തുടങ്ങിക്കഴിഞ്ഞു. കാന്താരിമുളകിൻ്റെ ഞെട്ട് പറിച്ച് കളയുന്നു, ഉള്ളി പൊളിക്കുന്നു. ഭയങ്കര തിരക്കിലാണ് രണ്ടുപേരും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും, ഇത്ര ചെറിയ പിള്ളേരെ കൊണ്ട് എന്താണ് ഞങ്ങളിങ്ങനെ ക്രൂരമായ പണികൾ എടുപ്പിക്കുന്നത്, കാന്താരിമുളകിൻ്റെ ഞെട്ടൊക്കെ പറിപ്പിക്കുന്നതാണ്. ഇവരിതൊക്കെ ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണ് ഇവരെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യിക്കത്തൊന്നുമില്ല. അവരും മമ്മിയുടെ കൂടെ എൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം അടുക്കളയിലൊക്കെ കയറി ഇങ്ങനത്തെ പണികളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, ആ ധൈര്യത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാന്താരിമുളകും ഉപ്പുനീരും വെളിച്ചെണ്ണ എല്ലാം കൂടി ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ ചെണ്ടൻ കപ്പയും കാന്താരിമുളകും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഹാൻസൂട്ടിന് ഹിനിയാമോളും തന്നെ നിങ്ങളെ കാണിച്ചു തരും. ഇനി ആ കപ്പയെടുത്ത എരിവുള്ള കാന്താരിമുളകിനകത്ത് മുക്കിയിട്ട് വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കഴിച്ച് ശീലിച്ച ഭക്ഷണങ്ങളല്ലേ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇതൊക്കെ കഴിച്ച് ശീലിക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇവർക്ക്. ഹാൻസൂട്ടിൻ്റെ എക്സ്പ്രഷൻ സൂപ്പർ. ആരും പേടിക്കണ്ട, ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഗ്ലാസ് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എരിവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇത്തിരി എരിവിൻ്റേതായ വികാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. രണ്ടുപേരും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കപ്പയും കാന്താരിമുളകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് നാടൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ശീലിപ്പിക്കുക. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.
പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ചക്കയും ബീഫിൻ്റെയും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.